തവണയെങ്കിലും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലൂടെ യാത്ര ചെയ്തവർ ആ യാത്ര ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് ദുരിത യാത്രയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്രയായിരുന്നു. മാത്രമല്ല അതിനൊക്കെ വലിയ ടോളും നൽകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പാലിയേക്കര ടോൾ കൊടുത്ത് മുന്നോട്ട് പോയാൽ 1/2 കിലോമീറ്ററിനപ്പുറം ആമ്പലൂർ ജംഗ്ഷൻ. ഇപ്പോൾ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടം. ഇവിടെ തുടങ്ങുന്നു ഗതാഗത കുരുക്ക്. അത് അരമണിക്കൂറും 1 മണിക്കൂറും എല്ലാം നീണ്ട സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ പേരാമ്പ്രയും മുരുങ്ങൂരും കൊരട്ടിയും ചിറങ്ങരയും എല്ലാം ഒരു മാറ്റവുമില്ല. 5 കിലോമീറ്ററിലധികം ദൂരം ഗതാഗത കുരുക്കുണ്ടായിരുന്ന സമയം മുരുങ്ങൂരിലുണ്ടായിരുന്നു. അന്നും ടോൾ പിരിവിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. വളരെ മോശം. എൻ്റെ കാരണം പറഞ്ഞാൽ ഭയങ്കര ഞങ്ങളിട്ട് കൊല്ലുക, വളരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊല്ലുക അവർ. മനസ്സിലായില്ല. ഞങ്ങൾ ഒരുപാട് ടൈം ഇതിപ്പോൾ ഇവിടെ 5 വണ്ടി കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ പറ്റില്ലെന്നുണ്ട്. അവർ മൊത്തം ബ്ലോക്ക് ചെയ്ത് 10-20 വണ്ടി ആക്കുക. ബ്ലോക്ക് ചെയ്ത് ഒച്ചപ്പാടാണ്. പിന്നെ കായും പൂവും ചേർത്തുള്ള തെറിയൊക്കെയാണ് പറയണം വണ്ടിക്കാരനെ. അത്രയും ഭയങ്കര വിഷയമാണ്. ഇത് എത്രയും പെട്ടെന്ന് നശിച്ചു പോകണമെന്ന് പറയുന്നത്. അവർ ടോളിന്റെ കാര്യം ഇവിടെ പരീക്ഷാ സമയത്ത് പോലും കൃത്യസമയത്തിന് വണ്ടി വിടില്ല. നമ്മളൊരു 5 മിനിറ്റ് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. സർവീസ് റോഡാവട്ടെ, ഈ മെയിൻ റോഡാവട്ടെ വളരെ മോശമാണ്. അതിനൊരു പരിഹാരം ഉടനെ ഉണ്ടാക്കണം. അതാണ് പറയാനുള്ളത്. ഈ റോഡിൽ ടോൾ കൊടുക്കാൻ സാധ്യമല്ല, നമുക്ക് താല്പര്യമില്ല. അത്രയുള്ള കാര്യമുള്ളൂ. വരുന്ന വഴിക്ക് കണ്ടില്ലേ എന്തോരം അപകടങ്ങളാ, കുഴികളാ. നിങ്ങൾക്ക് സ്ഥിരം പോകുന്ന ആൾക്കാരോ? 360 ദിവസം പോകുന്ന, 65 360 ദിവസം പോകുന്ന ആൾക്കാരാ. ഈ അവസ്ഥ കണ്ടാറിനൂടെ നന്നാക്കണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ വലിയ 2-3 കുഴികൾ കിടക്കുന്നുണ്ട്. മൊത്തം പ്രശ്നമാണ് റോഡ്. ഇപ്പോൾ പകലോ കുഴി കാണാം, രാത്രിയാണെങ്കിലോ നമ്മൾ വീഴാൻ വരത്തുള്ളൂ. ഈ ലൈറ്റിൽ കാണാൻ പറ്റില്ല കുഴി. വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ സമയത്തിനെത്താതെ ഫ്ലൈറ്റ് മിസ്സായവർ, ആശുപത്രി, ജോലി, മരണാവശ്യങ്ങൾ തുടങ്ങി ഒരുപാട് പേർക്ക് ഈ റോഡിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ടോൾ നൽകി യാത്ര ചെയ്യുമ്പോൾ. ഡെയിലി ഞാൻ ഇതിൽ കൂടെ സ്ഥിരം യാത്രക്കാരനാണ്. ഞാൻ തൃശ്ശൂരിക്കുള്ള അത് നല്ല ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡ് സ്പീഡ് ട്രാക്കിലൂടെ നമുക്കൊരു അത്യാവശ്യത്തിന് വേണ്ടി കുറച്ച് സ്പീഡിൽ പോകാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. ബൈക്ക് ഓടിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. റോഡൊക്കെ കുണ്ടും കുഴിയാണ്, മൊത്തം കുഴിയാണ്. അങ്കമാലി സൈഡൊക്കെ വളരെ കുഴികളാണ്. ഈ റൂട്ട് കയറി കഴിഞ്ഞാൽ വണ്ടി ഒന്ന് അലൈൻമെന്റ് ചെക്ക് ചെയ്ത് ഇറക്കേണ്ടി വരും. അല്ലെങ്കിൽ അലൈൻമെന്റ് ഒക്കെ മൊത്തം തെറ്റും. കുഴിയിൽ ചാടിയിട്ടേ തണ്ടലൊക്കെ ഞങ്ങൾക്ക് വയ്യാണ്ടായിട്ടിരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ ഈ റോഡ് ഇവര് ടോള് മേടിക്കുന്നത് എത്ര ലക്ഷങ്ങൾ കോടികൾ മേടിച്ചു. രാഷ്ട്രീയ പ്രതിഷേധങ്ങളൊന്നും ഫലം കണ്ടില്ല. ഒടുവിൽ ഗതികെട്ട് ജനങ്ങൾ തന്നെ രംഗത്തിറങ്ങി. ടോൾ ജീവനക്കാരുമായി തർക്കങ്ങൾ ഇവിടെ പതിവായിരുന്നു. ഈ വണ്ടി എത്ര മണിക്കാണ് എന്റെ ഫാദറിലുണ്ട് ഫ്യൂണറലുണ്ടായിരുന്നു. അതെവിടെ സ്ഥലം? പേരാമ്പ്ര. 1.5 മണിക്കൂറാ. അതെനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് എന്തിനും ടോൾ തരുന്നു. ഞാൻ കോടയകണ്ടത്തിന്റെ ഡോറില്ലോ അവന്റെ ഫ്രണ്ടാ. ഇന്ന് അവിടെ സംസാരിക്കണം. എന്നെ അറസ്റ്റ് ചെയ്തോ? അതിനൊന്നും ആവശ്യമില്ല. അതെ പക്ഷേ
അതുള്ളതുകൊണ്ട് അവിടെ പങ്കെടുക്കാൻ പറ്റാതെ ഞങ്ങൾക്ക് വരികയാണ്. ഞാൻ അവിടെ നിന്ന് പോകില്ല. നിരന്തരമായ നിയമ പോരാട്ടങ്ങൾ കൊണ്ട് ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചു. അതിനെതിരെ സുപ്രീം കോടതിയെ ദേശീയപാത അതോറിറ്റി സമീപിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഹൈക്കോടതി പണി തരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞത് കറക്റ്റാണ്. ജനങ്ങളുടെ വിശ്വാസം അത് തന്നെയാണ്. എന്തുണ്ടെങ്കിലും ഹൈക്കോടതി ഇപ്പൊ വെച്ചാണ് നിലവിലുള്ളത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ടോൾ നിർത്തേണ്ട വരും. പിന്നെന്താ റോഡ് എങ്ങനെയായിട്ട് എന്ത് കാര്യം? ടോൾ കൊടുത്തു പോകാൻ പറ്റുന്ന റോഡാണ്. പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. എന്തിനാ കൊടുക്കണേ ഇങ്ങനെ റോഡിൻ്റെ അവസ്ഥയായിട്ട്? ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യണം? നമ്മൾ നല്ല റോഡും കാര്യങ്ങളൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ടോളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഇതിപ്പോൾ ഇത് എങ്ങനെ പറയാ, നമ്മളിത് ഇപ്പം എത്ര സ്ഥലത്താണ് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ട് പോകാൻ പറ്റുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ ടോള് കൊടുത്ത് പോകുന്നതുകൊണ്ട് വിരോധമില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ടോൾ നൽകാൻ തയ്യാറാണ്. പക്ഷേ ആ നൽകുന്ന ടോളിന്, ആ പണത്തിന്, അതിന് കൃത്യമായി അവർക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ ലഭിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം എങ്ങനെ ഈ ടോൾ നൽകി ഇത്തരത്തിലുള്ള റോഡുകളിലൂടെ സഞ്ചരിക്കും എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. മാത്രമല്ല, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇത്രയേറെ ടോളൊക്കെ നൽകി പലരും സഞ്ചരിച്ചിരുന്നത് പഞ്ചായത്ത് റോഡുകളിലൂടെയും മറ്റുമൊക്കെ തന്നെ വഴിതിരിച്ചു വിട്ട ഇടങ്ങളിലൂടെയാണ്. അങ്ങനെ വഴിതിരിച്ചു പോകുമ്പോൾ എന്തിന് ടോൾ നൽകണം എന്ന ചോദ്യമാണ് കോടതിയിൽ ഉൾപ്പെടെ ഈ പരാതിക്കാരനുൾപ്പെടെ ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പരിശോധനകൾ അതൊക്കെ തന്നെ നേരത്തെ തന്നെ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയേറെ ടോൾ പിരിവ് നടത്താനായുള്ള ഒരു അവസരം GIPL ഉണ്ടാകുമായിരുന്നില്ല. നടുവൊടിയാതെ യാത്ര ചെയ്യാൻ, റോഡിലൂടെ യാത്ര ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ നമ്മുടെ ദേശീയപാതയിലൂടെ നടുവൊടിയാതെ ഒരു യാത്ര അതെന്ന് സാധ്യമാകും? ടോൾ പിരിവ് അങ്ങനെ നിർബാധം തുടരുന്നുണ്ട്. പക്ഷേ നാട്ടുകാരുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ പാലിയേക്കരയിൽ തന്നെ നോക്കൂ. നടുവൊടിയാതെ യാത്ര അസാധ്യമായതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടിരിക്കുന്നു. ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുന്നു. എന്നിട്ട് പോലും ഈ നിരക്ക് പരിഷ്കരിക്കാൻ ദേശീയപാത അതോറിറ്റി കരാർ കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ പിഴിഞ്ഞുള്ള, നടുവൊടിച്ചുള്ള പകൽ കൊള്ളയാണ് ടോൾ പിരിവിന്റെ പേരിൽ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ടോൾ പരിഷ്കരണത്തിൽ പുതുക്കിയ നിരക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അപ്പോൾ കരാർ കമ്പനിയായിട്ടുള്ള GIPL കൂടിയ നിരക്ക്, ഇപ്പോഴുള്ള ടോൾ നിരക്ക് അത് കൂട്ടിക്കൊണ്ട് പിരിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. അതെങ്ങനെയാണ് നിരക്ക് വർധന വരുന്നത്, ഏതൊക്കെ വാഹനങ്ങൾക്ക് ഏതൊക്കെ നിരക്കാണ്, എങ്ങനെയാണ് ബാധകമാകുക എന്നുള്ളത് നോക്കാം. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് മാത്രം 5 രൂപ മുതൽ 15 രൂപ വരെയാണ് കൂട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് നടുവൊടിഞ്ഞാലും വേണ്ടില്ല, യാത്രക്കാർ എത്ര പാടുപെട്ടാലും വേണ്ടില്ല, ടോൾ കമ്പനിക്ക് അത് ടോൾ കൃത്യമായിട്ട് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ ഈ കൂടിയ നിരക്കാണ് ഈടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം ടോൾ പിരിക്കുന്ന നിർത്തിവെച്ചിരിക്കണം. പക്ഷേ ഇനി പിരിവ് അത് പുനരാരംഭിക്കുമ്പോൾ ഈ കൂട്ടിയ നിരക്കാണ് ബാധകമാകുക യാത്രക്കാർക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഓരോ വാഹനത്തിനും എങ്ങനെയാണ് ഈ നിരക്ക് വർധന ബാധകമാകുന്നത് എന്നുള്ളത് നോക്കാം. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ 90 രൂപയായിരുന്നു പഴയ നിരക്കെങ്കിൽ ഇനി പുനരാരംഭിക്കുമ്പോൾ, ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ നൽകേണ്ടത് 95 രൂപയാണ്. 5 രൂപയുടെ വർധന ഉണ്ടായിരിക്കുന്നു. ഇനി കാറുകൾക്ക് ദിവസം ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് പക്ഷേ ആ നിരക്കിൽ മാറ്റമില്ല. അത് 140 രൂപയായിട്ട് തന്നെ തുടരുമെന്നുള്ളതാണ്. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള നിരക്ക് അതെങ്ങനെയാണ് നോക്കാം. ടോൾ നിരക്ക് ഇപ്പോൾ 160 രൂപയാണ്. അത് 165 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റു വാഹനങ്ങളുടെ കാര്യം കൂടി നോക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് പക്ഷേ 240 എന്നുള്ളത് 245 തന്നെയായിട്ടാണ് തുടരുക. ഇനി മറ്റു വാഹനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ബസ്, ട്രക്ക് പോലെയുള്ള വലിയ വാഹനങ്ങൾക്ക് 320 രൂപയാണ് ഒരു വശത്തേക്കുള്ള നിരക്ക്. അതിന് മാറുകയാണ്, 330 രൂപയായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ നിരക്ക് വർധന വലിയ വാഹനങ്ങൾക്കുൾപ്പെടെ ഈ ടോൾ പിരിവിൽ ബാധകമാക്കുന്നു എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് പക്ഷേ 485 എന്നുള്ളത് 495 രൂപയാവുന്നു. അതായത് 10 രൂപയുടെ വർധന ആ ഇനത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നോക്കൂ, മൾട്ടി ആക്സൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515 ആയിരുന്നു ചാർജ്, അതിന് 530 അതായത് 15 രൂപയുടെ വർധനയാണ് ഈ ടോൾ പിരിവിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്കാണെങ്കിൽ 775 എന്നുള്ളത് 795 മാറുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും, എല്ലാ വിഭാഗങ്ങളിലും ഈ നിരക്ക് വർധന ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്.
അറിയേണ്ട കാര്യം. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ എല്ലാ സെപ്റ്റംബർ 1 ഈ ടോൾ നിരക്കിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷേ നാട്ടുകാരിങ്ങനെ യാത്രക്കാരിങ്ങനെ ദുരിത യാത്ര നടത്തുമ്പോൾ വീണ്ടും വീണ്ടും ടോൾ പിരിവിലൂടെ കൊള്ള നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് ദേശീയപാത അതോറിറ്റി കൂടി ചിന്തിക്കേണ്ടതാണ്. എന്തായാലും കേസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ പോലും അതിൽ ഒരു കുറവ് വരുത്താൻ മാത്രമല്ല ഉള്ളത് കൂട്ടിക്കൊണ്ട് ജനങ്ങൾക്ക് ഇരട്ടി ഭാരം പ്രഹരം ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ചെയ്യുന്നത്. ഈ അടിപ്പാത നിർമ്മാണത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ വലിയ ഒരു കുരുക്കുണ്ടായത്. അതായത് അടിപ്പാത നിർമ്മാണം നടത്തിയപ്പോൾ ബദൽ സംവിധാനം ഒരുക്കിയില്ല, സർവീസ് റോഡുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. എന്നിട്ട് പോലും കൃത്യമായിട്ട് എന്തുകൊണ്ട് കരാർ കമ്പനി ഇക്കാര്യത്തിൽ ഒരു കൃത്യനിർവ്വഹണം നടത്തുന്നില്ല എന്നാണ് കോടതി ഉൾപ്പെടെ ചോദിച്ചത്. ദേശീയപാത അതോറിറ്റിക്ക് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. പക്ഷേ ടോൾ നിരക്ക് കൂട്ടണം, അതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. ഇത് ഇങ്ങനെ തന്നെ തുടർന്നാൽ മതിയോ? എന്തായാലും കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് ജനങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ്. അപ്പോൾ ഇനിയെങ്കിലും നല്ല റോഡിലൂടെ മികച്ച യാത്ര സാധ്യമാകും എന്നുള്ള അതിനുള്ള നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുപ്രീം കോടതി ജഡ്ജി പോലും ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഈ കുപ്രസിദ്ധി നേടിയ ടോൾ റോഡിലൂടെ സഞ്ചരിച്ച് ഇതിന്റെ അവസ്ഥ നേരിട്ടെറിഞ്ഞ ആളാണ്. അങ്ങനെ ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിന് എന്തിന് ടോൾ നൽകണമെന്ന് കോടതി ചോദിച്ചു. കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനം, അവരുടെ വക്താക്കളാരാണോ അവർ ഇടപെട്ട് ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കുന്നതിന് അവർ മുമ്പോട്ട് വരണം. അതാരാണ് ഒളിഞ്ഞിരുന്ന് ഇവിടെ കുറേ ജീവനക്കാരെ ഇതിലേക്ക് തള്ളിവിട്ട് അവർ തെറിയേക്കുക, അവർ തല്ലുകൊള്ളുക, ആ അവസ്ഥയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇതിന്റെ ആളുകൾ പുറത്തു വരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സൗജന്യ പാസ് ഇല്ലാതാക്കി മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ തന്നെ ഒരു യാതൊരുവിധ പിന്തുണയുമായിട്ട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല. ഒരു സർവകക്ഷി യോഗം വിളിച്ച് അതിന് വേണ്ട രീതിയിലുള്ള ജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി മാത്രമേ മുന്നോട്ട് അവർക്ക് പോകാൻ സാധിക്കുള്ളൂ. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും കമ്പനി ടോൾ പിരിക്കുന്നതായിട്ട് സഹകരിക്കുന്നില്ല. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന ടോൾ പിരിവ് കമ്പനി അവരുടെ അഹന്ത അവസാനിപ്പിച്ചില്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഒരു ദിവസം 45 ലക്ഷത്തോളം ടോൾ പിരിക്കുക എന്നല്ലാണ്ട് ഈ റോഡ് നന്നാക്കാൻ വേണ്ടി ഒരു പ്രയത്നവും ചെയ്തിട്ടില്ല. പണി പൂർത്തീകരിക്കാത്ത റോഡാണ് ഇപ്പോഴും ഉള്ളത്. തീർച്ചയായിട്ടും COD ക്യാൻസൽ ആയിട്ടുണ്ട്. കണ്ടീഷണൽ COD 6 മാസം കഴിയുമ്പോൾ അത് ക്യാൻസലാവും. പക്ഷേ അത് പുതുക്കാതെ, പണി പൂർത്തീകരിക്കാതെ ഇപ്പോഴും ടോൾ പിരിച്ച് പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ടോൾ പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവ് വന്നതോടെ ടോൾ റോഡിൽ നൽകി വന്നിരുന്ന സേവനങ്ങളും അവർ നിർത്തി. റിക്കവറി വാഹനം, ആംബുലൻസ് സേവനം എന്നിവയെല്ലാം നിർത്തിവെച്ചു. മാത്രമല്ല, ഒന്ന് മണ്ണിട്ട് പോലും കുഴിയടയ്ക്കാൻ തയ്യാറായില്ല. ഒടുവിൽ കുഴിയടയ്ക്കാനെങ്കിലും തയ്യാറായത് സുപ്രീം കോടതി ടോൾ പിരിവ് നിർത്തിവെച്ചതിനെ എതിർക്കാതായതോടെ. ഒടുവിൽ അറ്റകുറ്റപ്പണി നടത്താതെ രക്ഷയില്ല എന്ന അവസ്ഥയായി ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന ടോൾ പിരിവ് കമ്പനിക്ക്. ഇതോടുകൂടി ആമ്പല്ലൂരിലും കൂടാതെ ചിറങ്ങരയിലും പേരാമ്പ്രയിലും മുരിങ്ങൂരിലും എല്ലാം തന്നെ അടിപ്പാതയുടെ ഈ പണി നടക്കുന്ന ഇടങ്ങളിൽ സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താനായി ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ ആ മേഖലയിലുള്ള ഗതാഗതക്കുരുക്കൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാവുകയും ചെയ്തു. എന്നാൽ ഈ അറ്റകുറ്റപ്പണി നടത്തിയ ഇടത്തെ റോഡുകളുടെ ഗുണനിലവാരം അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള സംശയം ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല, പല ഇടങ്ങളിലും അറ്റകുറ്റപ്പണി നടത്തിയ ഇടങ്ങളിൽ ദിവസങ്ങൾക്കകം തന്നെ അവിടെ വീണ്ടും കുഴി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കളക്ടർ ഇതിൽ പ്രത്യേകം പരിശോധനകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത്. ജില്ലാ കളക്ടറുടെ പരിശോധനകൾ കൃത്യമായി കോടതിയെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് എടുക്കുക.
അറ്റകുറ്റപ്പണി കഴിഞ്ഞ സർവീസ് റോഡുകളിൽ ചിലയിടത്ത് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും കുഴിയായി തുടങ്ങി. ഈ പണിതൊക്കെ പൊളിയുന്നതിന് മുൻപേ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് GIPL. അതിനിടെയാണ് ഇന്നലെ മുരിങ്ങൂരിൽ വീണ്ടും സർവീസ് റോഡ് ഇടിഞ്ഞത്. ഇതോടെ വീണ്ടും ഗതാഗത കുരുക്ക് വർദ്ധിച്ചു. കോടതിക്ക് മുന്നിൽ തട്ടിക്കൂട്ട് പണിയുടെ നേർചിത്രം വ്യക്തമായതോടെ ടോൾ പിരിക്കാനുള്ള അനുമതി വീണ്ടും നീണ്ടു. തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണികൾ കൊണ്ട് കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ന്. അതായത് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് വീണ്ടും ഇന്ന് ഒരുപക്ഷെ പുനഃസ്ഥാപിച്ചേക്കും എന്നുള്ള നിലയിലായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിൽ ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് സർവീസ് റോഡ് ഇടിഞ്ഞത്. മാത്രമല്ല പല ഇടങ്ങളിലും ഇത്തരത്തിൽ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഗുണനിലവാരം കുറവാണ് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഉള്ളത്. പലപ്പോഴും ഹർജിക്കാരൻ തന്നെ അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ജനങ്ങളുടെയും കോടതിയുടെയും കണ്ണിൽ പൊടിയിട്ട തട്ടിക്കൂട്ട് നിർമ്മാണം നടക്കില്ല എന്ന് കോടതി അസന്നിഗ്ധമായി എന്ന് പറഞ്ഞു. മുരിങ്ങൂരിൽ സർവീസ് റോഡിൽ ഒരു ഗർത്തമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡമില്ലാതെയാണ് ഈ വെഹിക്കുലർ അണ്ടർ പാസേജിൽ പണി നടക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. മാത്രമല്ല കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും ശാസ്ത്രീയമായിട്ട് ഈ സർവീസ് റോഡിൻ്റെ പണി ചെയ്തിട്ടില്ല. ഒരു തട്ടിക്കൂട്ട് പണിയാണ് ചെയ്തിട്ട്. എന്നിട്ട് അവർ എങ്ങനെയെങ്കിലും ടോൾ പിരിക്കണം, അതിനുള്ള ഒരു ശ്രമമാണ്. പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ അധിക ദിവസം റോഡ് നിൽക്കില്ല എന്നുള്ള അവസ്ഥയാണ്. തീർച്ചയായിട്ടും പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ ടോൾ നിർത്തില്ല. പിന്നെ ഇവർ കോടതിയുടെ സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും പണി നടന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ഒന്നും ചെയ്യില്ല. ഇവർ സുപ്രീം കോടതി ഹൈക്കോടതി ശക്തമായ ഇടപെടൽ നടത്തിയോണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് യാത്രക്കാർക്ക് നീതി ലഭിച്ചിട്ടുള്ളത്. ഈ വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ പണി നടക്കുമ്പോൾ ഞങ്ങൾക്ക് കോടതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും രീതിയിൽ കളക്ടറേയും ടെക്നിക്കൽ കമ്മിറ്റിയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് അനുവദിക്കുകയാണെങ്കിൽ തന്നെ 50% ടോളിന് ഇവർക്ക് അർഹതയുള്ളൂ. എന്താ കാരണം വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ സാധാരണ സുഗമമായി ഗതാഗതം ചെയ്യാൻ പറ്റില്ല. 4 VUPകളുടെ പണിയാണ് നടക്കണേ. 5ാമത്തെ VUP കൊരട്ടി വന്നു കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഉണ്ടാവും, വലിയ ഗതാഗത കുരുക്കുണ്ടാവും. അതുകൊണ്ട് 50% ടോൾ ഇവർക്ക് അർഹതയുള്ള പിരിക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന യാത്രക്കാരെ കഷ്ടപ്പെടുന്ന ഈ കൊള്ളയ്ക്കെതിരെ ശക്തമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഇടയിൽ നിന്ന് വന്നിട്ട്. മുരിങ്ങൂരിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന ഈ ഭാഗത്താണ് സർവീസ് റോഡ് ഇടിഞ്ഞു വീണത്. അവിടെ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വീണ്ടും അതിവേഗത്തിൽ തന്നെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം എത്രയും വേഗം ഈ ജോലികളൊക്കെ തന്നെ പൂർത്തിയാക്കി കളക്ടർ അനുകൂല റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിൽ ഇവിടെ പണികൾ നടക്കുന്നത്. ഈ മേഖലയിലൂടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ വരിയായി മാത്രമാണ് പോകാനായി സാധിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു സമയമായതിനാലാണ് ഏറ്റവും അധികം വാഹനങ്ങൾ വരുന്ന രാവിലെയും വൈകുന്നേരവും ഒക്കെ തന്നെ ഈ മേഖലയിൽ ഇത്തരത്തിലാണ്. ഒറ്റവരി ഗതാഗതമാണെങ്കിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മുരിങ്ങൂരിലാണ് നേരത്തെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്ന ഒരിടം. ഇവിടത്തെ കൂടി കാര്യങ്ങൾ കണക്കിലെടുത്താണ്, ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ ഈ വിധിയൊക്കെ തന്നെ ഉണ്ടായത്, ടോൾ നിർത്തിവെക്കാനുള്ള വിധി ഉണ്ടായത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ പൂർത്തിയാക്കിയാൽ മാത്രമാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും പണത്തിന്റെ ഹുങ്കുകൊണ്ടും ഒരുപാട് പേരെ ടോൾ പിരിവ് കമ്പനി ദ്രോഹിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് പ്രതിഷേധിച്ചാൽ പോലും വലിയ കേസുകളിൽ പ്രതിയാകേണ്ട അവസ്ഥയുണ്ടായിരുന്നു പലർക്കും. ജില്ലാ കളക്ടർക്ക് പോലും ഒറ്റ ദിവസം കൊണ്ട് ടോൾ പിരിവ് നിർത്തിവെക്കാനിട്ട ഉത്തരവ് തിരുത്തേണ്ടി വന്നു. കുഴികൾ അടച്ചതിന് ശേഷം ടോൾ പിരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജില്ലാ കളക്ടർ ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർ കുഴി അടയ്ക്കും. അതിനെല്ലാം ഇപ്പോൾ കോടതി എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തയ്യാറാക്കി കൊണ്ടുവന്ന ഉത്തരവ് ഹൈക്കോടതിക്ക് മടക്കി കൊണ്ടുപോകേണ്ടി വന്ന സംഭവം അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പറയാം. ഇന്ന് യഥാർത്ഥത്തിൽ പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് പറയാനാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കോടതി മുറിക്കുള്ളിലേക്ക് എത്തിയത്. വ്യവസ്ഥകളോടുകൂടി ടോൾ പിരിവ് അനുവദിക്കാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ കോടതിക്ക് മുന്നിലേക്ക് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എത്തുകയാണ്. ജില്ലാ കളക്ടർ പറയുന്നത് മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്ന് വീണ്ടും ഗതാഗതം താറുമാറായി എന്നതാണ്. കഴിഞ്ഞ ആഴ്ച നിർമ്മിച്ച സർവീസ് റോഡാണ്
ഇന്നലെ പുലർച്ചയോടുകൂടി തകർന്നു പോയത്. അതോടുകൂടി ഹൈക്കോടതി ആ റോഡ് കൂടി നന്നാക്കിയാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ടോൾ പിരിവ് അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്ന ശക്തമായ നിലപാടെടുത്തു. മറ്റൊരു കരാർ കമ്പനിയുടെ മേൽ കുറ്റം ചാരി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ടോൾ പിരിക്കുന്ന കമ്പനി തീരുമാനിച്ചത്. പക്ഷേ കോടതി അതൊന്നും ചെവിക്കൊണ്ടില്ല. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ ടോൾ പിരിവ് തടയരുത് എന്ന NHAയും കോടതിയിൽ വാദിച്ചെങ്കിലും അതും ഡിവിഷൻ ബെഞ്ച് കണക്കിലെടുത്തില്ല. കാരണം കഴിഞ്ഞ കുറച്ചധികം കാലമായി പാലിയേക്കരയിൽ നടന്നുകൊണ്ടിരുന്നത് വലിയ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുമ്പോഴും റോഡ് മുഴുവൻ തകർന്ന് താറുമാറായി കിടക്കുമ്പോഴും 130 രൂപ വരെ ചെറിയ കാറുകൾക്ക് ടോൾ വാങ്ങുന്ന വലിയ കൊള്ളയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനൊരു താൽക്കാലിക ആശ്വാസം ഹൈക്കോടതി നൽകി. അതിനിടയിൽ ആ റോഡ് വീണ്ടും തകർന്നു പോയാൽ ഇപ്പോൾ ടോൾ പിരിവ് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഹൈക്കോടതി എടുക്കുകയായിരുന്നു. ജില്ലാ കളക്ടറോട് വീണ്ടും ആ റോഡ് നന്നാക്കിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാനാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച വീണ്ടും ഈ ഹർജി കോടതിയുടെ മുന്നിലേക്ക് വരും. അപ്പോൾ മുരിങ്ങൂരിലെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇനി ടോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും സുഗമമാകും എന്നുറപ്പാക്കിയ ശേഷം മാത്രമേ ഹൈക്കോടതി ഇനി പാലിയേക്കരയിൽ ടോൾ പിരിവ് അനുവദിക്കുകയുള്ളൂ. എന്തായാലും ഇനി കൃത്യമായി ഇവിടുത്തെ ജോലികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ടോൾ പിരിവ് വീണ്ടും തുടങ്ങാൻ അനുമതി ലഭിക്കൂ എന്നുള്ളത് വ്യക്തം. കോടി രൂപ മുടക്കിയാണ് ഈ റീച്ച്, അതായത് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയുടെ ഈ റീച്ച് പൂർത്തിയാക്കിയത്. അതേസമയം 1700 കോടി രൂപയിലധികം ഇതിനോടകം തന്നെ പിരിച്ചെടുത്ത് കഴിഞ്ഞു ജനങ്ങളിൽ നിന്ന്. അത് തന്നെ ഒരു വലിയ നീതികേടാണ്. പക്ഷേ ഇനിയും വർഷങ്ങളോളം ടോൾ പിരിക്കാനുള്ള അനുമതി ഈ ദേശീയപാത അതോറിറ്റി ഏർപ്പെടുത്തിയ GIPL എന്ന് പറയുന്ന കമ്പനിക്ക് ഉണ്ട് താനും. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ. 4 ഇടങ്ങളിൽ ഇതിനോടകം തന്നെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ അടിപ്പാത മേൽപ്പാത നിർമ്മാണമൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ എന്തിന് ഇത്രയേറെ ടോൾ നൽകി ഈ വഴിയിലൂടെ പോകണം? മാത്രമല്ല, അഥവാ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ടോൾ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ പൂർണ്ണമായും മുഴുവൻ തുക ടോൾ അനുവദിക്കാൻ പാടില്ല. കാരണം പലയിടങ്ങളിലും ജോലികൾ പുരോഗമിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള തുക മാത്രമേ ഇവിടെ ടോൾ അനുവദിക്കാവൂ എന്നൊരാവശ്യവും ഇവിടെ ഉയരുന്നു. എന്തായാലും ജനങ്ങൾക്ക് അനുകൂലമായൊരു നിലപാട് കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് എല്ലാവർക്കും ഉള്ളത്.